കോവിഡിന്റെ ഭീതിപ്പെടുത്തുന്ന നാളുകൾ കടന്നുപോയെങ്കിലും രോഗബാധിതരായി ഏകാന്ത ജീവിതം നയിച്ചവർക്ക് ഇപ്പോഴും അതൊരു ഇരുണ്ട യുഗമാണ്. ആ ഭയാനക നിമിഷങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒറ്റപ്പെടലിൻ്റെയും മരണത്തെ മുന്നിൽ കണ്ടതിൻ്റെയും നടുക്കുന്ന ഓർമ്മകൾ പലരെയും അലട്ടുന്നുണ്ടാകും. അക്കാലത്ത് പത്തനംതിട്ട ആറന്മുളയിൽ കോവിഡ് ബാധിതയായ യുവതിയെ ആംബുലൻസ് വെച്ച് പീഡിപ്പിച്ചൊരു സംഭവം അത്ര വേഗം പലരും മറക്കാനിടയില്ല. ആ ആംബുലൻസ് ഡ്രൈവറുടെ രൂപം മാത്രമല്ല, ശബ്ദം പോലും അതിജീവിതയുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ആംബുലൻസ് പീഡന കേസിന്റെ വിചാരണയ്ക്കിടെ അവൾ അയാളുടെ ശബ്ദം വീണ്ടും കേട്ടു. പിന്നീട് കോടതിയിൽ കണ്ടത് നാടകീയ രംഗങ്ങളാണ്. എന്താണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ പകൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ലോകം വിറച്ച മഹാമാരിക്കാലത്ത് രോഗബാധിതയായി ആംബുലൻസിൽ കിടക്കുമ്പോൾ ക്രൂരപീഡനത്തിനിരയായ ഒരു 23-കാരി. പീഡനശേഷം ആ നരാധമൻ മാപ്പു ചോദിക്കുന്ന ശബ്ദം കോടതി മുറിയിൽ വീണ്ടും മുഴങ്ങിയപ്പോൾ അന്ന് അനുഭവിച്ച കൊടിയ പീഡനം വീണ്ടും അവളുടെ ഓർമ്മകളിലേക്ക് വന്നു. അത് താങ്ങാനാകാതെ ആ യുവതി ബോധരഹിതയായി നിലത്ത് വീണു. ആറന്മുളയിലെ ആംബുലൻസ് പീഡന കേസിലെ അതിജീവിതയാണ് വിചാരണയ്ക്കിടെ കോടതിയിൽ കുടഞ്ഞു വീണത്. പീഡനശേഷം അതിജീവിത ഫോണിൽ റെക്കോർഡ് ചെയ്ത പ്രതിയുടെ സംഭാഷണം കേൾപ്പിക്കുമ്പോഴായിരുന്നു സംഭവം. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പീഡനക്കേസിന്റെ വിചാരണയ്ക്കിടെ അതിജീവിത ബോധരഹിതയായത്. ആംബുലൻസിലെ പീഡനത്തിന് ശേഷം പ്രതി മാപ്പ് ചോദിക്കുന്ന ശബ്ദരേഖ അതിജീവിതയെ കേൾപ്പിക്കുമ്പോഴായിരുന്നു സംഭവ ദിവസം അതിജീവിത തന്നെയാണ് പ്രതിയുടെ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്ത് പോലീസിന് തെളിവായി നൽകിയത്. അന്വേഷണ സംഘം ശബ്ദരേഖ പെൻഡ്രൈവിൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. യുവതിക്ക് വൈദ്യസഹായം ലഭ്യമാക്കാൻ കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ നിയോഗിച്ച അഭിഭാഷകരും കോടതി ജീവനക്കാരും ശ്രമിച്ചെങ്കിലും ആരോഗ്യം വീണ്ടെടുത്തതിനാൽ വിചാരണ വീണ്ടും തുടർന്നു. കോവിഡ് രോഗിയായിരുന്ന സമയത്താണ് പെൺകുട്ടി ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെട്ടത്. അർദ്ധരാത്രി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ആംബുലൻസ് ഡ്രൈവറായ പ്രതി നൌഫൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. ആറന്മുളയിലെ വിജനമായ സ്ഥലത്തായിരുന്നു സംഭവം. കേസിൽ വിചാരണ തുടരുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട.